മൂങ്ങയും പെൻഗ്വിനും. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2 കിളികളുടെ കഥയാണ്. ഈ കഥ നടക്കുന്നത് തണുത്ത തണുപ്പാൻ കുന്നിലാണ്. ഇവിടെയാണ് പെൻഗ്വിൻ കുഞ്ഞും മൂങ്ങ കുഞ്ഞും താമസിക്കുന്നത്. 2 പേരും നല്ല കൂട്ടുകാരാണ്. ദിവസം മുഴുവൻ അവർ ആട്ടവും പാട്ടും തമാശകളുമായി ചിലവഴിച്ചു. എന്നാൽ അവർ തമ്മിൽ ചിലപ്പോൾ ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം 2 പേരും കൂടി തമാശ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരു കുഞ്ഞിക്കിളി പറന്നുപോയി. ഇത് കണ്ട മൂങ്ങാക്കുട്ടൻ പറഞ്ഞു, പെൻഗ്വിൻ കുഞ്ഞേ, അത് കണ്ടോ ആ കുഞ്ഞിക്കിളിയെ? എത്ര സന്തോഷത്തോടെയാണ് അത് പറന്നു നടക്കുന്നത്. കിളികളുടെ ഭാഗ്യമാണ് പറന്നു നടക്കാനുള്ള ഈ കഴിവ്. നിന്നെ നോക്കൂ, നീയും ഒരു കിളി തന്നെയല്ലേ? പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? പറക്കാൻ പോലും സാധിക്കുന്നില്ല. കഷ്ടം തന്നെ. ഇത് കേട്ട് പെൻഗ്വിൻ കുഞ്ഞിന് വിഷമമായി. പെൻഗ്വിൻ കുഞ്ഞ് പറഞ്ഞു, നീ പറഞ്ഞത് ശരി തന്നെ. പക്ഷേ എനിക്ക് ഏത് തണുത്ത മഞ്ഞുപാളികൾക്കിടയിലൂടെ നടക്കാനും തണുത്ത വെള്ളത്തിൽ നീന്താനും സാധിക്കും. പെട്ടെന്ന് മീൻ കുഞ്ഞുങ്ങളെ പിടിച്ച് ശാപ്പിടുകയും ചെയ്യാം. പക്ഷെ നിന്റെ കാര്യം കഷ്ടം തന്നെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതെന്താണെന്നോ? നിനക്ക് ഈ പുലരിയുടെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കാറുണ്ടോ? ഈ പ്രകൃതി എത്ര സുന്ദരിയാണ്. പകൽ മുഴുവൻ ഉറക്കം തൂങ്ങുന്ന നീ ഈ പ്രകൃതിയുടെ ഭംഗി എങ്ങനെ ആസ്വദിക്കാനാണ്? ഇതെല്ലാം കേട്ട് കരടിയപ്പൂപ്പൻ അവിടേക്ക് വന്നു. കരടിയപ്പൂപ്പൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ 2 പേരും നല്ല സുഹൃത്തുക്കളല്ലേ? ഇങ്ങനെ പരസ്പരം വേദനിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു? നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഗുണങ്ങളും കഴിവുകളും ഉണ്ട്. അത് മനസ്സിലാക്കി സന്തോഷത്തോടെ മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കൂ. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് വലിയ തെറ്റു തന്നെയാണ്. ഇത് കേട്ട കൂട്ടുകാർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലായി. ഇനി പരസ്പരം വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ലെന്ന് അവർ പ്രതിജ്ഞയെടുത്തു. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.